വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു ഫ്രണ്ട് പ്ലീറ്റഡ് യോക്ക് കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയൽ ഞാൻ 3 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയലിന് മീറ്റർ റേറ്റ് 75 രൂപയാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കുർത്തിയുടെ ബാക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തുണി രണ്ടായിട്ട് ആദ്യം മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ കുർത്തിക്ക് എത്രയാണോ നീളം വേണ്ടത് അതിന് കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ ഫ്രണ്ട് പാർട്ടിലേക്കും ബാക്ക് പാർട്ടിലേക്കും വേണ്ടുന്ന 2 പീസ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. അത് ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുക. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 15 ഇഞ്ചാണ് ഷോൾഡർ. അപ്പോൾ അതിൻ്റെ പകുതി 7.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആം ഹോൾ ലെങ്ത്തും 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് എൽ ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് താഴോട്ടേക്കായിട്ട് ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന ആ ഒരു പോയിന്റിൽ നിന്നും മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ ആം ഹോൾ ലെങ്ത്തിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എനിക്കിവിടെ ചെസ്റ്റ് റൗണ്ട് 10.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതേപോലെ ഒരു ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ആം ഹോൾ കർവ് നീറ്റായിട്ട് ഇതേപോലെ വരച്ചെടുക്കാം. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് ഈ ഒരു കോർണറിൽ നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്തെടുത്ത ശേഷം ആം ഹോൾ ലെങ്ത്തിൻ്റെ ഈ ഒരു മിഡ് പോയിൻറ്റും ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റിൻ്റെ ആ ഒരു പോയിൻറ്റും ഈ ഒരു സെൻട്രൽ പോയിൻറ്റും കൂടി ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കർവ് ഷേപ്പിൽ വരച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്കിതിൻ്റെ നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്തെടുക്കാം. നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് ലെങ്ത്ത് 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതൊരു ബോക്സായിട്ട് വരച്ച ശേഷം യു ഷേപ്പിലാണ് ബാക്കിൽ നെക്ക് കൊടുക്കുന്നത്. അത് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗം 14.5 ഇഞ്ചിൽ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗത്ത് ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് 21 ഇഞ്ച് ലെങ്ത്തിലുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എനിക്കിവിടെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് 9.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് തന്നെ സീം അലവൻസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹിപ്പ് റൗണ്ട് ഞാനിവിടെ 11.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. കാരണം ഇത് എ ലൈനായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അവിടെ നല്ല ലൂസിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അവിടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻ്റൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഇനി നമ്മൾ ഈ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്നും താഴോട്ടേക്ക് ചരിച്ച് ഇതേപോലെ തുണിയുടെ വിഡ്ത്ത് അനുസരിച്ച് മാക്സിമം വിഡ്ത്തിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു തുണിയുടെ അടിവശത്ത് നിന്ന് ഓപ്പൺ സൈഡിലായിട്ട് 2.5 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതേപോലെ ഒന്ന് കർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതല്ലെങ്കിൽ 2 സൈഡിലും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ അടിവശത്ത് നമ്മൾ ചരിച്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം അളവുകൾ അനുസരിച്ച് മാർക്ക് ചെയ്തതുപോലെ തന്നെ ബാക്ക് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ടക്സ് പോയിൻ്റ് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് 10.5 ഇഞ്ചിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്നും ഉൾഭാഗത്തോട്ടേക്കായിട്ട് 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു ടക്സ് പോയിൻ്റ് ലെങ്ത്ത് 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്നും 1.5 ഇഞ്ചോ 1.25 ഇഞ്ചോ മുകളിലോട്ട് മാർക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഈ ഒരു ടക്സ് പോയിൻ്റ് ഇവിടെ വരച്ചെടുക്കുകയാണ്. ബാക്ക് പീസിലാണ് നമ്മൾ ടക്സ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേ അളവുകൾ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് പീസ് കട്ട് ചെയ്തതിനെ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്കിനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട് 2ആയിട്ട് തുണി മടക്കിയിട്ടിട്ടുണ്ട്. ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് പ്ലീറ്റ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 5 ഇഞ്ചാണ് ഞാനിവിടെ വിഡ്ത്ത് കൊടുക്കുന്നത്. പ്ലീറ്റ്സ് എത്രത്തോളം വേണമെന്നനുസരിച്ചിട്ട് തുണിയുടെ വിഡ്ത്ത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്നും 5 ഇഞ്ച് വിഡ്ത്ത് മുകളിൽ നിന്നും താഴെ വരെ മാർക്ക് ചെയ്തിട്ട് അതൊരു സ്ട്രൈറ്റ് ലൈനായിട്ട് വരച്ചെടുക്കുകയാണ്. ആ വരച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ബാക്ക് പീസിൻ്റെ ഫോൾഡഡ് സൈഡ് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് യോക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് അത് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 11 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നെക്ക് വിഡ്ത്തും ആം ഹോൾ കർവും സൈഡിലെ അളവുകളൊക്കെ ബാക്ക് പീസിനെ പോലെ തന്നെ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നെക്ക് കഴിഞ്ഞിട്ട് ഈ ഒരു യോക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് നെക്ക് വിഡ്ത്ത് 3ഉം 2 ഇഞ്ച് അങ്ങോട്ടേക്ക് മാറ്റി അങ്ങനെ ടോട്ടൽ 5 ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കഴിഞ്ഞിട്ട് ആണ് നമ്മൾ
ഫ്രണ്ട് പാർട്ടിൽ ഷോൾഡർ വിഡ്ത്തും ആം ഹോൾ കർവൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് എനിക്കിവിടെ 3 ഇഞ്ച് തന്നെയാണ്. അത് കഴിഞ്ഞ് 2 ഇഞ്ചാണ് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു ഭാഗത്ത് ടോട്ടൽ 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡർ വിഡ്ത്ത് 7.5 മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു 7.5 ഇഞ്ച് പോയിൻറ്റിൽ ഇതേപോലെ ഷോൾഡർ വിഡ്ത്ത് മാർക്ക് ചെയ്തെടുത്തിട്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് ആം ഹോൾ ലെങ്ത്തും 7.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഫ്രണ്ട് ഭാഗത്തെ ആം ഹോൾ കർവ് 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ 1/2 ഇഞ്ച് ഉള്ളിലോട്ടാക്കിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ആം ഹോൾ കർവ് വരച്ചെടുക്കുന്നത്. ഇനി ഷോൾഡർ സ്ലോപ്പും കൂടി ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു യോക്കിൻ്റെ വിഡ്ത്ത് നമ്മളിവിടെ മേൽഭാഗത്ത് 5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതേപോലെ താഴെ ഭാഗത്ത് ഞാനിവിടെ 1 ഇഞ്ച് കുറച്ചിട്ട് 4 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ബക്കറ്റ് ഷേപ്പിലാണ് ഈ ഒരു യോക്കിൻ്റെ ഭാഗം കിട്ടുക. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പോർഷനിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അത് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സെൻട്രൽ ഭാഗത്തൊരു നോച്ചിട്ട് കൊടുക്കാം. ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗം ഈ ഒരു യോക്ക് പീസിൽ നിന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പീസ് മാറ്റി വയ്ക്കണം. ഇതിൻ്റെ അളവനുസരിച്ചിട്ടാണ് നമ്മൾ യോക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ ഒരു പീസിൻ്റെ അളവിലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ബാക്കി ആം ഹോൾ കർവിൻ്റെ ഭാഗവും സൈഡും കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ട് പീസിൻ്റെയും അടിവശത്ത് ഓപ്പൺ ഭാഗത്തായിട്ട് 2.5 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് കർവ് ഷേപ്പിൽ വരച്ച് കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം ലാസ്റ്റാണ് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ആം ഹോൾ കർവും 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സ്ലീവ് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവ്സിന് വേണ്ടിയിട്ട് ബാക്കി വന്ന ഈ ഒരു പീസിൽ 4ആയിട്ട് മടക്കിയെടുക്കാം. സ്ലീവ്സിൻ്റെ വിഡ്ത്ത് എത്രയാണോ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് 4ആയിട്ട് മടക്കിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ അടിവശത്ത് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചെടുക്കാം. ഇവിടെ ഞാൻ 18 ഇഞ്ച് ലെങ്ത്താണ് ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്. അതായത് 17 ഇഞ്ച് ലെങ്ത്തും 1 ഇഞ്ച് തയ്യൽ തുമ്പുമാണ്. ചെറിയൊരു പഫ് സ്ലീവായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പം മുകൾ ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് മുകളിലോട്ട് ഇതേപോലെ ഒന്ന് നീക്കി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്യാപ്പ് ഹൈറ്റ് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിൽ നിന്നും 3.5 ഇഞ്ച് താഴോട്ടേക്ക് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് ഇങ്ങനെയാണ് നോർമൽ സ്ലീവ് കർവ് ഷേപ്പിൽ വരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ പ്ലീറ്റ് മുകളിലോട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്നും 9 ഇഞ്ച് ക്യാപ്പ് ഹൈറ്റിലേക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചെടുത്ത് അതിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്ത ഭാഗത്ത് നിന്ന് മുകളിലോട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഒരു കർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ടാണ് നമ്മുടെ പഫ് സ്ലീവ് റെഡിയാക്കി എടുക്കുന്നത്. താഴെ ഭാഗത്ത് സ്ലീവ്സ് റൗണ്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് ക്യാപ്പ് ഹൈറ്റിൻ്റെ ഭാഗത്തായിട്ട് 7.5 ഇഞ്ചാണ് സ്ലീവ്സ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കുന്നത്. അവിടെയും 1.5 ഇഞ്ച് തന്നെയാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം.
ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു യോക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഈ ഒരു യോക്ക് പീസിൽ നമ്മുടെ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള പ്രിൻറ്റിൻ്റെ കളറിലുള്ള പ്ലെയിൻ പീസ് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു സെയിം പീസിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തുണി നമുക്ക് എക്സ്ട്രാ വരുന്ന പീസിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്കിതിൻ്റെ ബാക്ക് പീസിൻ്റെ നെക്ക് ചെയ്തെടുത്ത ശേഷം അത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് പോവാം. ബാക്ക് നെക്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ വന്ന പീസിൽ നിന്നും ആവശ്യത്തിനനുസരിച്ചുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ക്രോസ് പീസിൻ്റെ നല്ല വശങ്ങൾ ഇതേപോലെ ചരിച്ച് വെച്ച് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ലെങ്ത്ത് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. 1, 2, 3 പീസ് ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതനുസരിച്ചിട്ട് ക്രോസ് പീസ് റെഡിയാക്കി എടുക്കാം. ഇനി ക്രോസ് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നെക്ക് ഭാഗത്തിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു പ്രാവശ്യം ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഉള്ളിലേക്കല്ല, ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് ഇതേപോലെ തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഉൾവശത്ത് എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ യോക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. യോക്ക് പീസ് കട്ട് ചെയ്യുന്നതിന് ഞാൻ ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ തുണി 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അതായത് ഒരു ഫ്രണ്ട് പീസിലേക്ക് മാത്രം നമുക്ക് ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് അടിവശത്തേക്ക് വേറെ ലൈനിങ് വേണമെങ്കിലും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ലൈനിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഇതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന യോക്ക് പീസിനേക്കാളും 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് വേണം ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സൈഡിലും താഴ്ഭാഗത്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് ആയിട്ട് ഉൾഭാഗത്തേക്ക് വരുന്ന പീസിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പേപ്പർ ക്യാൻവാസ് ഇതേ അളവിൽ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നെക്കിന് വേണ്ടി മാത്രമാണ് ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുള്ളത്. ഇത് 2ആയിട്ടൊന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്തെടുത്തിട്ട് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ലൈനിങ് ആയിട്ട് ഉപയോഗിക്കുന്ന ഉൾഭാഗത്തേക്ക് പോകുന്ന തുണിയിൽ അയൺ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും നെക്ക് ലെങ്ത്ത് 6 ഇഞ്ചിലും 7 ഇഞ്ചിലും ഞാൻ 2 ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 6 ഇഞ്ച് ലെങ്ത്തിലേക്ക് നെക്ക് വിഡ്ത്തിൽ നിന്നും ഒരു സ്ക്വയർ വരച്ചെടുക്കുക. അതിനകത്ത് ഒരു യു ഷേപ്പിലാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ താഴോട്ടേക്കുള്ള ആ 1 ഇഞ്ച് ലെങ്ത്തിലേക്ക് ഒരു വി ഷേപ്പിലുള്ള മാർക്കിംഗ് ആണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. അതായത് ഈ ഒരു ഷേപ്പിലുള്ള നെക്കാണ് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ കൊടുക്കുന്നത്. ഇതേപോലെ നെക്ക് മാർക്ക് ചെയ്തെടുത്ത ശേഷം എക്സ്ട്രാ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നെക്ക് കട്ട് ചെയ്തെടുത്ത ശേഷം
ഉൾഭാഗത്തെ പീസിൻ്റെ മോശം വശത്ത് ക്യാൻവാസ് ഇതേപോലെ അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഇതേപോലെ അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം മറ്റേ പീസ്, അതായത് 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ നല്ല വശവും ഇപ്പം നമ്മൾ അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുള്ള ക്യാൻവാസ് വെച്ച പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നെക്കിൻ്റെ അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ നെക്ക് കഴിഞ്ഞ് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും വിട്ട് ബാക്കി വശം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ചുളിവുകളില്ലാതെ കിട്ടും. ഇനി ഇത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കണം. യോക്ക് പീസ് ഇതേപോലെ റെഡിയാക്കി എടുത്ത ശേഷം ഫ്രണ്ട് പാർട്ടിൽ എങ്ങനെയാണ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു അടിവശം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു യോക്കിന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ യോക്ക് പീസ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ 2 സൈഡ് വശവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം അടിവശത്ത് എത്രത്തോളം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമെന്ന് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായിരിക്കും കൂടുതലും എളുപ്പം. അതല്ല, നമ്മൾ ഒരു സൈഡ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് മറ്റേ സൈഡും കൂടി അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് വരാം. നമുക്ക് എങ്ങനെയാണോ കൂടുതൽ എളുപ്പം അതുപോലെ ചെയ്തെടുക്കാം. ഈ ഒരു യോക്ക് പീസിൻ്റെ നല്ല വശവും നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ ആ ഒരു പീസിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ആദ്യം നമുക്ക് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ ഒരു പോയിൻ്റ് എത്തുന്നവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തി കൊടുക്കാം. അവിടെ നിന്നും ഒരു ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് വേണം താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അത് നമുക്ക് മറ്റേ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നോക്കാം. ഇതേപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു സെൻട്രൽ ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ടിട്ട് ഈ ഒരു അടിവശം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അടിവശം പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഈ ഒരു കോർണറിലായിട്ട് ചെറുതായിട്ടൊന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു യോക്ക് പീസ് തിരിച്ചിടുമ്പോൾ ചുളിവുകൾ വരാണ്ട് കിട്ടും. ഇനി ഈ ഒരു യോക്ക് പീസിൻ്റെ അടിവശവും താഴെ ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ട ഭാഗവും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്.
ഇതേപോലെ കംപ്ലീറ്റ് പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് ആ പ്ലീറ്റ്സൊക്കെ റെഡിയാക്കി എടുക്കണം. ഇതേപോലെ ഒരു പിങ്ക് കളറിലുള്ള ലേസ് ഞാൻ ഈ ഒരു യോക്ക് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലേസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ഉൾഭാഗത്തുള്ള തയ്യൽ തുമ്പ് ഇതേപോലെ പുറത്തേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഫ്രണ്ട് ഭാഗത്ത് ഇതേപോലെ പിങ്ക് കളറിലുള്ള ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പം ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ബാക്ക് പീസിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ക്രോസ് പീസ് ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഫ്രണ്ട് ഭാഗത്ത് നെക്ക് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ കവർ ചെയ്തിട്ട് വേണം ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പീസിലെ ക്രോസ് പീസ് ആദ്യം നമ്മൾ ഒരു പ്രാവശ്യമാണ് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിരുന്നത്. ഇനി ഇതേപോലെ ഒന്നും കൂടി ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നെക്ക് ഇതേപോലെ ഒന്ന് കവറായി വരും. അതിനുശേഷം ഈ ഒരു സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിവിടെ സ്ലീവ്സാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്ലീവ് റെഡിയാക്കി എടുക്കാം. സ്ലീവ്സിൻ്റെ അടിവശത്ത് ഇതേപോലെ 2 പ്രാവശ്യം ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മുകൾ ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്ലീവ്സിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ പ്ലീറ്റ്സ് റെഡിയാക്കി എടുത്ത ശേഷം അടിവശം 2 പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതേപോലെ 2 സ്ലീവ്സും റെഡിയാക്കി എടുക്കാം. സ്ലീവിൻ്റെ എൻഡിലും ഈ ഒരു പിങ്ക് കളറിലുള്ള ലേസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഷോൾഡറിൻ്റെ ആ ഒരു സെൻട്രൽ ഭാഗത്ത് നമ്മുടെ സ്ലീവ്സിൻ്റെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു സെൻട്രൽ പോർഷൻ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 2 സ്ലീവ്സും സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം അളവനുസരിച്ചിട്ട് സ്ലീവ് മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എയർലൈൻ ടോപ്പ് ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഞാനൊരു പോക്കറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആം ഹോളിൻ്റെ താഴെ നിന്ന്, അതായത് ഷോൾഡറിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗം, അതായത് 14 ഇഞ്ചോ അല്ലെങ്കിൽ 15 ഇഞ്ചോ, അത് നിങ്ങളുടെ അളവനുസരിച്ച് അവിടെ നിന്നും ഒരു 6 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. പോക്കറ്റിൻ്റെ അകത്ത് നമ്മുടെ കൈ കടക്കേണ്ട രീതിയിലുള്ള വിഡ്ത്താണ് 6 ഇഞ്ച്. അപ്പോൾ നമ്മുടെ ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് ഒരു 14 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്നും ഒരു 6 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആണ് താഴോട്ടേക്ക് നമ്മൾ എ ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പോക്കറ്റ് വെക്കേണ്ട ഭാഗം അവിടെ ഒഴിവാക്കി വെച്ചിട്ടാണ് നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. പോക്കറ്റ് വെച്ച് കൊടുക്കുന്ന വീഡിയോ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം അത് അടുത്ത വീഡിയോയിൽ ഞാനൊരു കുർത്തി ചെയ്യുന്ന സമയത്ത് പോക്കറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം.
ഇതിൻ്റെ അടിവശം രണ്ടായിട്ട് ഇനി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അടിവശം ലെവലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഫ്രണ്ടിൽ പ്ലീറ്റ്സ് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കുർത്തി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വയറൊക്കെ ചാടിയവരിക്കും നല്ല ഭംഗിയായിട്ട് ഷേപ്പിൽ കിടന്നോളും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.